ഹേയ് ഗൈസ്, അപ്പോൾ വെറൈറ്റി വീഡിയോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിർത്തിപ്പോയിക്കണ കയ്യും കാലൊക്കെ ഒരു കോഴി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചിക്കൻ കാണിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിൻഭാഗം ഞാനാട്ടോ പറഞ്ഞത് ഇതൊക്കെ. അതാ കഷ്ണം പൊത്തുക്കൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് ഇവ നമ്മുടെ സെറ്റാണ്. ബാക്കി മസാല നമ്മൾ തേച്ച് വെച്ചിരിക്കണം. എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം കേട്ടോ. മസാല ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരിയാണ്. കാശ്മീരി പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെച്ചാൽ ഇത്, അല്ലെങ്കിൽ കൂടുതൽ എരിവാണ് വേണ്ടതെച്ചാൽ നിങ്ങൾ ഇടേണ്ടത് പെപ്പറാണ് കേട്ടോ, അതായത് കുരുമുളക് പൊടിയാണ് നിങ്ങൾ ഇടേണ്ടത്. കുറച്ച് എരിവാണെങ്കിൽ നിങ്ങൾ ഈ സാധാ മുളക് പൊടി മതി. നല്ല എരിവ് തീരെ വേണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കാശ്മീരി ഇട്ടാൽ മതി. പക്ഷേ ഇതിൽ കാശ്മീരിക്ക് പകരം ഇതിട്ടാലും മതി, ഇതിന് പകരം കാശ്മീരി ഇട്ടാലും മതി. അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഗരം മസാല ഇടണം, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും, ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ വേറെ കുറച്ച് മസാലയും കൂടി ഉണ്ട് കേട്ടോ. പുതിനയും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ, സാധാ മുളകാണ്. പിന്നെ ഇഞ്ചിയും പിന്നെ ഗാർലിക്കും, മല്ലിച്ചപ്പ്, പുതിന, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, ചെറിയ ഉള്ളി അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഉപ്പും ഇട്ട് നല്ലോണം അരയ്ക്കുക. അരച്ചതിന് ശേഷം അത് മാത്രമായിട്ട് അരച്ചാൽ മതി. ഈ പറഞ്ഞ പൊടികളൊന്നും ഇട്ട് അരയ്ക്കരുത്. ഞാനായി പറഞ്ഞ സാധനങ്ങൾ മാത്രമായിട്ട് അരയ്ക്കുക. പിന്നെ ഈ മസാലയ്ക്ക് ഇടുക. ഈ പൊടിയുടെ മുകളിലേക്ക് ആ ഒരു അരച്ച മസാല ഇടുക. പിന്നെ അതിന് ശേഷം നാരങ്ങയുടെ നീരും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി ഈ ഒരു പരുവത്തിലാക്കുക. നമ്മളിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതിനാക്കി തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം മസാല ഒന്ന് സെറ്റ് ആവാൻ നോക്കട്ടോ. ഗൈസ് ഞങ്ങളെ ആശാന നമ്മൾ കൊടുന്നിട്ടുണ്ട് കേട്ടോ, മസാല ആയിട്ടോ ഗൈസ്. ആശാന നമ്മൾ കൊടുന്നിട്ടുണ്ട്. ഇനി നന്നായി ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഈ മസാല നമ്മൾ വേറെ പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ആദ്യം നമ്മൾ ആശാന എടുക്കണം. ഇനി നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഗൈസ്. ഉള്ളിലൊക്കെ നന്നായി പറ്റുന്ന വിധം നമുക്ക് മസാല തേക്കണം. ഈ ഉള്ളിലൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പിന്നെന്തോ ഇതിനെക്കാണ്ട് നല്ലോണം മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കാം. ആദ്യം ഒരു ഭാഗം നീട്ട് എല്ലാവർക്കും പോയാൽ മതി. മറ്റേത് പിന്നെ ഓരോ ഭാഗങ്ങൾ ചേർക്കാൻ നിൽക്കണം. ഇനി നമ്മുടെ കാലുമാണ് പരിപാടി. ഇനി നെക്സ്റ്റ് കാൽ. സൈഡുകളിലൊക്കെ നന്നായി തേച്ച് വെക്കണം. കഴുത്താട്ടോ അത്. ഇതാട്ടോ ഗൈസ്, മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം. വരഞ്ഞ ഭാഗങ്ങൾ കാണാമോ, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നന്നായി തേച്ച് പിടിക്കണം. ഇവിടെ നിന്ന് ആയിട്ട് കൂടിയുള്ള മസാല ഈ കുഴിയിലോട്ടൊക്കെ നന്നായി ഉള്ളിലേക്ക് ആക്കണം. കാല് കണ്ടോ, കാൽ അവിടെയൊക്കെ നന്നായി ആക്കണം. ഓവർ മസാല ബാക്കിയാണ്, അത് നമുക്ക് അകത്തേക്ക് ആക്കാനുണ്ടോ. ഇനി ഉള്ളിലത്തെ പരിപാടി ഉണ്ടോ ഗൈസ്. ഉള്ളിൽ നമുക്ക് കൂടുതലാക്കേണ്ടത് കേട്ടോ. അതിൻ്റെ അടിഭാഗത്തായിട്ടില്ല കേട്ടോ, മുകൾ ഭാഗത്തായിട്ടുള്ളൂ. ഇനി കയ്യിലൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കുട്ടപ്പനെ നമ്മൾ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സാക്കി മസാലയൊക്കെ തേച്ച് നന്നായി ഒത്തിയിട്ടുണ്ട്. ഇതാ എൻ്റെ ഇപ്പോൾ വാഴയില കൊണ്ടുവേണ്ടി മല്ലിച്ചപ്പൊക്കെ ഉള്ളിൽ വെക്കണം. ഒക്കെ അർജൻറ്റിൽ പണിയണം. മഴ വരാനായിരിക്കണം. ഈ സാധനത്തിലാട്ടോ നമ്മൾ വെക്കണത്. മഴ വരാനായിരിക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്നത് വൈകുന്നേരം. ഞാൻ സ്കൂളിൽ നമ്മളെ വിളിക്ക് സർപ്രൈസ് തന്നെ കേട്ടോ. ഇങ്ങനെ സാധനം ഇവിടെ ഉണ്ട്. എനിക്ക് സ്കോളർഷിപ്പിൽ നിന്ന് കിട്ടിയ പൈസക്ക് ഞാൻ ഇതൊക്കെ മേടിക്കും. എൻ്റെ ഇപ്പോൾ മേടിച്ചല്ലോ, അടുത്ത സ്കോളർഷിപ്പിൽ നിന്ന് കിട്ടിയ 1500 കൊണ്ട് ഞാൻ അതൊക്കെ മേടിക്കും. എന്നിട്ട് മസാല തേച്ച് പഠിക്കും. ഒക്കെ തരാതെ തിന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ സർപ്രൈസിൽ ഓലിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ.
ഇത് ഇന്ന് ഞാനാട്ടോ ഉണ്ടാക്കുന്നത്. മല്ലിച്ചപ്പ് ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല സോറി, മല്ലിച്ചപ്പല്ല, പുതിന. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. വാഴയില ഇവിടെ വെച്ചിട്ടുണ്ടോ ഗൈസ് കേട്ടോ. വലിയ വാഴയിലാണ്. ഇരിക്കട്ടെ ഉള്ളിലോ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണത് നമ്മൾ ബാത്റൂം കേട്ടോ. ഞാനൊന്ന് ചായ വിട്ടിട്ടില്ല. ഒരു നേരം ചായ ഇല്ലാതെ എനിക്ക് പറ്റൂല ഗൈസ്. ഞാൻ ചായ എടുത്ത് ഞാനെന്നെ ചൂടാക്കി കുടിക്കാൻ ചെയ്യാം. കറണ്ട് ഇപ്പോൾ ഓക്കെ. ഗൈസ് നമ്മൾ ചായ തിരിച്ചു വെച്ചു. നമ്മൾ കടലുണ്ട്. നമ്മൾ അവിൽ മിൽക്കാട്ട് ഉണ്ടാക്കുന്നത്. ഗൈസ് ഞാൻ പറയാൻ മറന്നു, ആ സാധനം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിക്കണം. അത് മറക്കല്ല കേട്ടോ. നമ്മൾ അവിൽ മിൽക്ക് കുടിക്കാൻ പോകും. ഗൈസ് നമ്മുടെ അവിൽ മിൽക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. നോക്കിയിട്ടാ നമ്മൾ പുറത്തേക്കിനെ നോക്കിയിട്ടുണ്ടാക്കി. നമ്മളിത് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. കേട്ടോ നമ്മളെ തിന്നെ നോക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നോക്കിക്കോളൂ. പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് വിടും. എല്ലാവർക്കും ബൈ.